കോടതി മുറിയിൽ നന്ദ, ക്രിഷ്, ആഡിസ്, അലോക്, ദിവിൻ, ധ്യാൻ ഒരു നിരയിലായി ഇവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നന്ദു ക്രിഷിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. പ്രതിക്കൂട്ടി നിൽക്കുന്ന വിരാജിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ നീണ്ടു. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്വാമിനാഥ അയ്യർ ക്രോസ് വിസ്താരം ആരംഭിച്ചു. വിരാജ് ചൈതന്യ 2ാം വർഷ MSc വിദ്യാർത്ഥി, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ, മുൻ വർഷത്തെ കോളേജ് ചെയർമാൻ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട കോളേജ് ഡാഷിംഗ് ഹീറോ. ഇതുവരെ ഒരാളും താങ്കളെപ്പറ്റി മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ട തേജസിനെയും താങ്കളും തമ്മിൽ ഡിഗ്രി പഠനം തൊട്ട് സുഹൃത്തുക്കളാണ്. ഇനി പറ, ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ മാത്രം വിരാജിനോട് തേജസിനി എന്ത് തെറ്റാണ് ചെയ്തത്? അയ്യർ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. വിരാജ് അപ്പോഴും തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. അത് കള്ളം. പിന്നെ എങ്ങനെയാ വിരാജിൻ്റെ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന ഔട്ട് ഹൗസിൽ തേജസ്വിനി വന്നു പെട്ടു? കോളേജ് യൂണിയൻ ഇലക്ഷൻ റിസൾട്ട് വന്ന അന്നാണ് തേജസ്വിനി എന്ന പെൺകുട്ടി മിസ്സിംഗ് ആവുന്നത്. അതേ ദിവസം തന്നെയാണ് വിരാജ് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നതും അവിടുത്തെ വാച്ച്മാനോട് ഔട്ട് ഹൗസിൻ്റെ കീ വാങ്ങിക്കുന്നതും ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് പണിക്ക് വരേണ്ടെന്ന് പറയുന്നതും. അതെന്തിനായിരുന്നു വിരാജ്? ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് വാച്ച്മാൻ ഗോപാലൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഗോപാലനെ ഹാജരാക്കാൻ അനുമതി നൽകണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അയ്യർ വക്കീൽ അങ്ങ് കത്തിക്കയറി തുടങ്ങി. ഗോപാലിനെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയപ്പോൾ എല്ലാം സത്യമാണെന്ന് അയാൾ സമ്മതിച്ചു. വിരാജിന് അയാളോട് പുച്ഛമാണ് തോന്നിയത്. ഒരിക്കൽ ഗസ്റ്റ് ഹൗസിലെ പറമ്പിലെ കുരുമുളകും തേങ്ങയൊക്കെ അയാൾ തൻ്റെ അച്ഛൻ അറിയാതെ മോഷ്ടിച്ച് വിൽക്കുന്നത് വിരാജ് കൈയോടെ പൊക്കിയിരുന്നു. അന്ന് അച്ഛനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അയാളുടെ കള്ളക്കളി പൊളിച്ചതിൻ്റെ ദേഷ്യം തീർത്തതാണ്. താൻ അകത്തായ പിന്നെ അച്ഛനെ ചതിക്കുക എളുപ്പമാണല്ലോ, വിരാജ് ചിന്തിച്ചു. ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും രാത്രിയിൽ താങ്കൾ ഗസ്റ്റ് ഹൗസിൽ വന്നു പോകുമായിരുന്നു. താങ്കളുടെ വണ്ടി ഗേറ്റിനകത്തേക്ക് കടക്കുന്നത് മുൻവശത്തെ വീട്ടുകാരെ ശ്രദ്ധിച്ചിരുന്നു. ഉയരം കൂടിയ മതിലായതിനാൽ അകത്ത് എന്താണ് നടക്കുന്നതെന്നും ആർക്കും അറിയില്ലായിരുന്നു. ഈ പെൺകുട്ടിയുടെ ബോഡി കിടന്നിടത്ത് നിന്നും പെൺകുട്ടിയെ മയക്കിടത്താൻ ഉപയോഗിച്ച മരുന്നിൻ്റെ കുപ്പിയും സിറിഞ്ചും കണ്ടെത്തിയിട്ടുണ്ട്. ഔട്ട് ഹൗസിലെ മറ്റൊരു മുറിയിൽ നിന്നും വിരാജിൻ്റെ ലാപ്ടോപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പോരെ വിരാജാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ? അയ്യർ ഉന്നയിച്ച വാദങ്ങളൊക്കെയും തെറ്റാണെന്ന തരത്തിൽ വിരാജ് കുറ്റം നിഷേധിച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തേജയെ കൊന്നത് വിരാജല്ല, ശരി. പക്ഷേ തേജയെ കിഡ്നാപ്പ് ചെയ്തത് വിരാജല്ലെന്ന് പറയാൻ പറ്റുമോ? വിരാജിൻ്റെ ഫോൺ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അതിലെ കോൾസൊക്കെയും പരിശോധിച്ച് വരുന്നതേയുള്ളൂ. ശരിയാണ്, ഞാനാണ് അവളെ കിഡ്നാപ്പ് ചെയ്തത്. വിരാജ് അത് നിഷേധിച്ചില്ല. എന്തിന് വിരാജ് അത് ചെയ്തു? അതിന് വിരാജ് ഉത്തരം പറഞ്ഞേ പറ്റൂ. അന്നേരം വിരാജ് ഒന്നും മിണ്ടിയില്ല. വിരാജിൻ്റെ ഈ മൗനം ഞങ്ങളെ പല ഉത്തരത്തിലേക്കും ചെന്നെത്തിക്കാം. അത് പറയുമ്പോൾ അയ്യറിൻ്റെ മുഖത്ത് ഒരു തരം ചിരി വിരിഞ്ഞു. ഇത് കണ്ടോ, ഇത് വിരാജിൻ്റെ ഫോണാണ്. ഇതിൽ വിരാജിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പെൺകുട്ടി വിരാജിൻ്റെ ആരാണ്? അദീനയുടെ ഫോട്ടോ കാട്ടിയാണ് അയ്യർ ചോദിച്ചത്. എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട്? വെറും ഫ്രണ്ടാണോ? പക്ഷേ ഇതിലെ ഫോട്ടോസൊക്കെയും സൂചിപ്പിക്കുന്നത് അങ്ങനല്ലല്ലോ വിരാജ്. ഓക്കെ, ഈ ഫ്രണ്ടെന്ന് പറയുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടിയാണോ? ആയിരുന്നു, വിരാജ് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ അല്ല എന്നാണോ? അതെ, അവളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആണോ? എങ്ങനെയാണ് ഈ പെൺകുട്ടി മരിച്ചത്? സൂയിസൈഡായിരുന്നു. കോളേജിൻ്റെ ടെറസിന് മുകളിൽ നിന്നും എടുത്തു ചാടിയതാ. എന്തിനായിരുന്നു? അറിയില്ല. അപ്പോൾ വിരാജിനോട് ഒന്നും പറഞ്ഞില്ല? ഇല്ല. ഇനിയിപ്പോൾ വിരാജ് തന്നെയാണോ ഈ പെൺകുട്ടിയെയും കൊന്നത്? ഒരു തരം ചിരിയോടെയാണ് അയാളത് ചോദിച്ചത്. ഇത്തവണ അയ്യരുടെ ചോദ്യം വിരാജിൻ്റെ സമനില തെറ്റിച്ചു. അവൻ നോ എന്നും പറഞ്ഞു ഉറക്കെ അലറി. വിരാജിൻ്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. എൻ്റെ അദീനയെ ഞാൻ ഒരിക്കലും കൊല്ലില്ല. അത്രയ്ക്ക് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവനായിരുന്നു, എൻ്റെ പ്രാണനായിരുന്നു. അവളെ ഞാൻ ഒരിക്കലും കൊല്ലില്ല. അത് പറയുമ്പോൾ വിരാജിൻ്റെ സ്വരം ഇടർന്നത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവൻ്റെ കൂട്ടുകാർക്കും അച്ഛനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവളാണ് എൻ്റെ അദീനയെ കൊന്നത്. ആ തേജസ്വിനി, അവളാണ് എൻ്റെ അദീനയെ കൊന്നത്. അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. വിരാജിൻ്റെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നിമാഞ്ഞു. ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതി വിരാജിന് താക്കീത് നൽകി. അപ്പോൾ അതായിരുന്നു വിരാജിന് തേജയോട് തോന്നിയ ദേഷ്യം. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി താങ്കൾ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. സ്വാഭാവികം. യെസ് യുവർ ഓണർ. പ്രതി കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം ഇതാണ്.
ഈ നിൽക്കുന്ന വിരാജ് തന്നെയാണ് തേജസ്വിനി എന്ന പെൺകുട്ടിയെ കൊന്നത്. അയ്യർ കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കി. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഇത്രയും നേരം ഇതൊക്കെയും വീക്ഷിച്ചുകൊണ്ടിരുന്ന ഡേവിഡ് ഇത്തവണ എഴുന്നേറ്റു. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. യു ക്യാൻ പ്രൊസീഡ് മിസ്റ്റർ ഡേവിഡ് ജോൺ. താങ്ക് യു മിലോൺ. ഇവിടെ ബഹുമാനപ്പെട്ട വാദിഭാഗം വക്കീൽ എൻ്റെ കക്ഷിയുടെ മേൽ മനഃപൂർവ്വം കുറ്റം ചുമത്താൻ ശ്രമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അർദ്ധരാത്രി 3-നും 3:30-ക്കിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ക്രൂരമായി റേപ്പ് ചെയ്തതിനു ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നത് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അന്നേ ദിവസം വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെ എൻ്റെ കക്ഷി സുഹൃത്തിൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടിയിലായിരുന്നു. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അത് കഴിഞ്ഞ് കൃത്യം 10 മണിക്ക് എൻ്റെ കക്ഷി സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നതിനും രാത്രി അവിടെ കൂട്ടുകാർക്കൊപ്പം താമസിച്ചു എന്നതിനും തെളിവുകളുണ്ട്. ആഡിസ് എന്ന വ്യക്തിയുടെ വീട്ടിലെ അന്നേ ദിവസത്തെ CCTV ഫുട്ടേജിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച ബഹുമാനപ്പെട്ട കോടതിക്ക് അത് മനസ്സിലാവും. പിന്നെ എങ്ങനെ എൻ്റെ കക്ഷി അന്നേ ദിവസം ഈ സമയത്ത് കുറ്റകൃത്യം ചെയ്യും? ഡേവിഡ് അത്രയും പറഞ്ഞു നിർത്തി. ഒബ്ജക്ഷൻ യുവർ ഓണർ. അയ്യർ എഴുന്നേറ്റ് നിന്ന് ഒബ്ജക്ഷൻ പറഞ്ഞു. മിസ്റ്റർ ഡേവിഡ്, താങ്കൾ പറഞ്ഞതൊക്കെയും ശരിയായിരിക്കാം. പക്ഷേ ഈ കൂട്ടുകാർ പോലും അറിയാതെ വിരാജ് എന്ന വ്യക്തി രാത്രി 1 മണി നേരത്ത് അവിടെ നിന്ന് ഇറങ്ങിയതിന് തെളിവുകളുണ്ട് മിസ്റ്റർ. ഒരു പക്ഷേ താങ്കളുടെ കയ്യിലുള്ള ദൃശ്യങ്ങളിൽ വിരാജിൻ്റെ കാർ പുറത്ത് കിടക്കുന്നത് പതിഞ്ഞു കാണില്ല. ക്യാമറ ഓഫ് ചെയ്താൽ അതെങ്ങനെയാ പതിയുക, അല്ലേ വിരാജ്? അയ്യർ പുച്ഛത്തോടെ വിരാജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ തൊട്ടു മുന്നിലെ വീട്ടിലെ ക്യാമറയിൽ ആ ദൃശ്യം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. കോടതിക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ആ ദൃശ്യം കോടതി മുൻപാകെ സമർപ്പിച്ചപ്പോൾ ഡേവിഡ് അടക്കം കൃഷും ബാക്കി എല്ലാവരും ഞെട്ടുകയായിരുന്നു. വിരാജ് അന്നേ ദിവസം പുറത്തു പോയത് അവർക്കൊന്നും അറിവില്ലായിരുന്നു. കോടതിക്ക് മുന്നിൽ ഡേവിഡ് ആദ്യമായി ഉത്തരം മുട്ടിപ്പോയ സിറ്റുവേഷൻ കണ്ടതും ജഡ്ജ് പോലും ഒരു നിമിഷം ആ കാഴ്ച നോക്കി നിന്നു. ഇനി വിരാജിന് എന്താണ് പറയാനുള്ളത്? അയ്യർ ചോദിച്ചു. ശരിയാണ്, ഞാൻ ആ നേരത്തെ അവിടെ നിന്ന് പോയി എന്നത് സത്യമാണ്. പക്ഷേ ഞാൻ പോയത് കോളേജിലേക്കാണ്. കോളേജിലേക്കോ? എന്തിന്? അർദ്ധരാത്രിയിൽ വിരാജിന് അവിടെ എന്താണ് കാര്യം? എനിക്കതിനെ മിസ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലായാലും ഞാൻ രാത്രിയിൽ കോളേജിലേക്ക് ചെന്ന് അവിടുത്തെ വാഗമരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരിക്കും. എൻ്റെ അദീനയുടെ ആത്മാവ് ഇപ്പോഴും അവിടെയുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതാ ഞാൻ പോകുന്നത്. കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ഭ്രാന്തായി തോന്നാം. അതുകൊണ്ട് തന്നെയാണ് ആരും ഇക്കാര്യം അറിയതെന്നും പിറ്റേന്ന് എൻ്റെ കൂട്ടുകാരെ ഇതിനെപ്പറ്റി ചോദിക്കരുത് എന്നും കരുതി അന്നേരം ഞാൻ ക്യാമറ ഓഫ് ചെയ്തതും. ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ വിരാജ്. ഞാൻ പറയുന്നത് സത്യമാണ് സർ. കോളേജിലെ വാച്ച്മാനിക്കാരെ അറിയാം. അദ്ദേഹമാണ് എനിക്ക് എന്നും ഗേറ്റ് തുറന്ന് തരാറുള്ളത്. പകരമായി ഞാൻ മനസ്സറിഞ്ഞ് നീട്ടുന്ന നോട്ടുകൾ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കും. അന്നും 4 മണി കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. തിരികെ മടങ്ങുമ്പോൾ എനിക്ക് ഗേറ്റ് തുറന്നു തന്നതും അദ്ദേഹമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. വിരാജ് തൻ്റെ നിരപരാധിത്വം കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചു. വിരാജ് പറഞ്ഞതിൻ്റെ ഭാഗമായി അപ്പോൾ തന്നെ കോളേജിലെ വാച്ച്മാനെ അവിടെ ഹാജരാക്കിയെങ്കിലും അയാളത് നിഷേധിച്ചു. അന്നേരം വിരാജ് നിറഞ്ഞ കണ്ണുകളോട് അയാളെന്ന് നോക്കിയപ്പോൾ അയാൾ തല കുനിച്ചു നിന്നു. തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് വിരാജ് എന്ന വ്യക്തിക്ക് നേരെയാണ്. എങ്കിലും ഈ മരണത്തിൽ മറ്റു ചിലർക്ക് കൂടി പങ്കുണ്ടെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അയ്യർ വാദം തുടർന്നു. ഈ നിൽക്കുന്നത് നിമിഷ CSM കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. കാണാതാവുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് തേജയും ഇതേ കോളേജിലെ സ്പന്ദന എന്ന പെൺകുട്ടിയും ഒരുമിച്ച് 5ാമത്തെ നിലയിലെ ഓപ്പൺ ടെറസിലേക്ക് നടക്കുന്നത് നിമിഷ കണ്ടിരുന്നെന്ന് പറയുന്നു. അതിനുശേഷം തേജയെ ആരും കണ്ടിട്ടില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഈ സ്പന്ദന എന്ന പെൺകുട്ടിക്കും എന്തോ ഒരു പങ്കുണ്ടെന്നാണ്. ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്. അയ്യരുടെ വാദം കേട്ടതും നന്ദു കൃഷിൻ്റെ കൈ മുറുകെ പിടിച്ചു. പേടിക്കണ്ട, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. നന്ദോട്ടും സ്ട്രോങ് അല്ലേ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. കൃഷ് അവളുടെ ഇരു കവളിലും കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. നന്ദുവിൻ്റെ പേര് വിളിച്ചതും അവൾ നേരിയ പേടിയോടെ സാക്ഷിക്കൂട്ടിൽ വന്നു നിന്നു. അയ്യർ അവൾക്ക് നേരെ തിരിഞ്ഞു. സ്പന്ദന അല്ലേ? അതെ. കൃഷ് മേനോൻ്റെ ഹൃദയസ്പന്ദനം. മിനിഞ്ഞാന്ന് 2 പേരുടെയും എൻഗേജ്മെൻ്റ് ആയിരുന്നു. കൊള്ളാം. അല്ല, കുട്ടിക്ക് എത്ര വയസ്സായി? അയാൾ പ്രത്യേക ഈണത്തിൽ ചോദിച്ചു. 18. ഓ, 18 ഭാഗ്യം. ലവ് മാരേജ് ആയിരിക്കും അല്ലേ? അല്ല, വീട്ടുകാർ തമ്മിൽ നേരത്തെ ഉറപ്പിച്ചതാ. ഓ, അത് കൊള്ളാലോ. അല്ല, കൊച്ചിൻ്റെ അച്ഛന് കൊച്ചിനെ കൂടാതെ ഒരുപാട് മക്കളുണ്ടോ? അല്ല, പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നതുകൊണ്ട് ചോദിച്ചതാ. അയാളുടെ ചോദ്യത്തിൽ പരിഹാസം കലർന്നിരുന്നു. ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കൊച്ചിൻ്റെ അച്ഛന് സമ്മതിക്കണം.
ഇനിയിപ്പോൾ ശരിക്കും കൊച്ചിൻ്റെ അച്ഛൻ്റെ കൊച്ചല്ലേ? ശല്യം അങ്ങ് ഒഴിവാക്കുവാണോ? സംശയിക്കാവുന്നതാണ്. മെൻ്റലി നന്ദുവിനെ തളർത്തുക എന്ന വക്കീൽ ബുദ്ധി അവിടെ പ്രവർത്തിച്ചു തുടങ്ങി. ഒരു ഞെട്ടലോടെയാണ് നന്ദു അത് കേട്ടു നിന്നത്. ഓക്കെ, ലീവ് ഇറ്റ് സ്പന്ദന. സ്പന്ദനയ്ക്ക് ഈ നിൽക്കുന്ന വിരാജുമായി എന്താ ബന്ധം? ഞങ്ങൾ ഫ്രണ്ട്സാണ്. നന്ദുവിൻ്റെ മുഖം വിളർത്തുടങ്ങി. ആര് പറഞ്ഞു ഫ്രണ്ട്സാണെന്ന്? എന്നിട്ടാണോ ഈ നിൽക്കുന്ന വിരാജ് അന്ന് ഇലക്ഷന് മുൻപ് സ്പന്ദന ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നതും ബെറ്റ് വെക്കുന്നതും? ക്രിഷ് ഇലക്ഷനിൽ തോറ്റ സ്പന്ദന വിരാജിനായിരിക്കും എന്ന് പറയുന്നതും? ഒരു ഫ്രണ്ടിനോട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? സ്പന്ദനയ്ക്ക് ഫ്രണ്ടായിരിക്കാം, പക്ഷേ ഇയാൾ അങ്ങനെയല്ല കൊച്ചിനെ കണ്ടത്. വിരാജിൻ്റെ നിർഭാഗ്യമെന്ന് പറയട്ടെ, വിരാജ് ഇലക്ഷനിൽ തോറ്റു അല്ലേ? അങ്ങനെ സ്പന്ദന കൃഷിന് സ്വന്തമായി. രണ്ടുപേരുടെയും ഫ്രഞ്ച് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഒരു പ്രത്യേക ഇനത്തിലാണ് അയാളത് പറഞ്ഞത്. അയ്യരുടെ വിസ്താരം കേട്ട് കൃഷ് മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഡേവിഡിന് അയ്യരെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇത്രയൊക്കെ കൃഷിനെ സ്നേഹിക്കുന്ന സ്പന്ദന എന്തിനാണ് ഇലക്ഷൻ റിസൾട്ടിന് തൊട്ടു മുൻപത്തെ ദിവസം രാത്രിയിൽ ഈ നിൽക്കുന്ന വിരാജിന് ഇങ്ങനെയൊക്കെ വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ചത്? ശത്രുക്കൾ തമ്മിൽ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമോ? ഞാനൊന്നും അയക്കില്ല. ഇത് വിരാജിൻ്റെ ഫോണാണ്, ഇത് സ്പന്ദനയുടെ നമ്പർ തന്നെയല്ലേ എന്ന അയ്യരുടെ ചോദ്യത്തിന് നന്ദു ഒന്ന് മൂളി. ഞാനിനി മെസ്സേജ് വായിക്കാം. ടെക്സ്റ്റ് മെസ്സേജാണ്. സമയം രാത്രി 11 മണി. നോട്ട് ദി പോയിന്റ്. ആദ്യം രണ്ടുപേരും ഒരു ഹായ് ഇട്ടിട്ടുണ്ട്. ഇനി വായിക്കാൻ പോകുന്നത് വിരാജ് സ്പന്ദനയ്ക്ക് അങ്ങോട്ട് അയച്ച മെസ്സേജാണ്. നാളത്തോടെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. തേജയുടെ കള്ളക്കളി നാളത്തോടെ നമ്മൾ പൊളിക്കും. നാളെ നമ്മൾ പറഞ്ഞുറപ്പിച്ച നേരത്ത് തേജ നിന്റെ അരികിലേക്ക് വരും. ഒന്നും അറിയാത്ത പോലെ നീ അവളുടെ കൂടെ ടെറസിലേക്ക് പോന്നേക്കണം. കോളേജിൽ വെച്ച് നിന്നോടിത് പറയാൻ പറ്റില്ലല്ലോ, അതാണ് മെസ്സേജ് അയക്കുന്നത്. ബാക്കിയൊക്കെ നേരിട്ട് കാണാം. വിരാജേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. കൃഷ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ അവൻ എങ്ങനെയാ പ്രതികരിക്കുക എന്നെനിക്കറിയില്ല. ഇത് സ്പന്ദനയുടെ റിപ്ലൈ മെസ്സേജാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് വിരാജിൻ്റെ മെസ്സേജാണ്. ഇതിൽ നിന്നും ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്പന്ദന? കൃഷ് അറിയാതെ വിരാജുമായി സ്പന്ദനയ്ക്ക് എന്താണ് ഇടപാട്? ഒരേ സമയം വിരാജുമായും കൃഷുമായും സ്പന്ദന പ്രണയബന്ധം പുലർത്തുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, ഒന്ന് പരസ്യമായ ബന്ധവും ഒന്ന് രഹസ്യമായ ബന്ധവും, ഗസ്റ്റ് ഹൗസും ഔട്ട് ഹൗസും എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടല്ലോ അല്ലേ? ഈ കൊലപാതകത്തിൽ ചെറുതല്ലാത്ത പങ്ക് സ്പന്ദനയ്ക്കുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിരാജിന് പെണ്ണെന്നാൽ ഹരമാണെന്നാണ്. അദീന, തേജ, സ്പന്ദന, ആ ഹരമാണ് ഈ കൊലപാതകത്തിൽ എത്തിച്ചേർന്നത്. അയ്യർ പറഞ്ഞതൊക്കെയും കേട്ട് നന്ദു തൻ്റെ ചെവി അമർത്തി പിടിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഇനി ഒന്നും കേൾക്കാനുള്ള ശേഷി അവൾക്കില്ലായിരുന്നു. ശരീരം തളർന്നു, കണ്ണിൽ ഇരുട്ട് പടർന്നു. അടുത്ത നിമിഷം അവൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇത്രയും നേരം തൻ്റെ കണ്ണുകൾ ഇറുകെ പൂട്ടി എല്ലാം കേട്ടു നിന്ന ക്രിഷ് ആഡിസിൻ്റെ വിളി കേട്ടാണ് നന്ദയിലേക്ക് നോട്ടം പായിക്കുന്നത്. അവൾ നിന്നിടം ശൂന്യമായി എന്ന് കണ്ടതും അവൻ മറുത്തൊന്നും ചിന്തിക്കാതെ അവൾക്കരികിലേക്ക് ഓടി. വീണ് കിടക്കുന്ന അവളെ അവൻ കൈകളിൽ കോരിയെടുത്തു. കോടതിയുടെ അനുമതിയോടെ കൃഷ് നന്ദുവിനെ എടുത്ത് പുറത്തിറങ്ങി. ഞെട്ടലോടെ തന്നെയാണ് വിരാജും ഇതൊക്കെ കേട്ടു നിന്നത്. നന്ദുവിൻ്റെ അവസ്ഥ അവനെ വേദനിപ്പിച്ചു. ഞാനാണ് തേജയെ കൊന്നത്. ഞാൻ മാത്രമാണ് തേജയെ കൊന്നത്. ഇതിൽ മറ്റാർക്കും പങ്കില്ല. കുറ്റം ഞാൻ സമ്മതിക്കുന്നു. വിരാജിൻ്റെ ആ വെളിപ്പെടുത്തൽ ഡേവിഡിനെ ശരിക്കും ഞെട്ടിച്ചു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡേവിഡ് എഴുന്നേറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞു. സാക്ഷിക്കൂട്ടിലും പ്രതിക്കൂട്ടിലും നിൽക്കുന്ന വ്യക്തികളെ മാനസികമായി തകർത്ത് കുറ്റം സമ്മതിപ്പിക്കുക എന്ന അയ്യർ സാറിൻ്റെ പതിവ് പരിപാടി ഇവിടെയും വിജയിച്ചിരിക്കുന്നു. താങ്കളുടെ കൊച്ചുമകളുടെ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയെ എത്ര മോശമായിട്ടാണ് താങ്കൾ ഇവിടെ ചിത്രീകരിച്ചത്. കഷ്ടം. ഇത്രയും നേരം കുറ്റം നിഷേധിച്ച വിരാജ് ഇത്ര പെട്ടെന്ന് കുറ്റം സമ്മതിച്ചു. കാരണം എന്താണ്? സഹോദരിയെ പോലെ കാണുന്ന വ്യക്തിയെയും തന്നെയും ചേർത്ത് മോശമായി ചിത്രീകരിച്ചു എന്നതാണ്. ആ മെസ്സേജിന് പിന്നിൽ എന്താണെന്ന് എനിക്കറിയാം. ഈ നിൽക്കുന്ന വിരാജിനറിയാം. എന്തിന് കൃഷിനും അവൻ്റെ കൂട്ടുകാർക്കും അറിയാം. ഇവിടെ വിരാജാണ് കുറ്റം ചെയ്തതെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തമായ തെളിവുകളൊന്നും വാദിഭാഗം വക്കീലിന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, എൻ്റെ കക്ഷി കുറ്റം ചെയ്തിട്ടില്ല. അതെനിക്ക് കോടതിക്ക് മുന്നിൽ തെളിയിക്കാനാവും. അതിനുവേണ്ടി എനിക്ക് കുറച്ച് സമയം അനുവദിച്ച് തരണം. കേസ് സംബന്ധമായി കൂടുതൽ അന്വേഷണം വേണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അത്രയും പറഞ്ഞ് ഡേവിഡ് അവസാനിപ്പിച്ചു. കേസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചു. വിരാജിനെ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി 2 ദിവസത്തെ കസ്റ്റഡി വിട്ടു. അത് കഴിഞ്ഞ് സബ് ജയിലിലേക്ക് പറഞ്ഞയക്കാനും കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിൽ നന്ദുവിൻ്റെ കൈക്ക് മേലെ പതിയെ തലോടുവാണ് കൃഷ്. അപ്പോഴാണ് ആഡിസിൻ്റെ കോൾ വരുന്നത്. ഹലോ.
ഹലോ കൃഷ്. ആ പറയടാ. നന്ദുവിനിപ്പോൾ എങ്ങനെയുണ്ട്? മയക്കത്തിലാ. അവൾ ശരിക്കും പേടിച്ചു. എങ്ങനെ പേടിക്കാതിരിക്കും? ഒരു അയ്യർ വന്നിരിക്കുന്നു. അയാളുടെ അമ്മൂമ്മയുടെ ചോദ്യങ്ങൾ. ഞങ്ങൾ അങ്ങോട്ട് വരണോ? വേണ്ടടാ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങും. 2 ദിവസം എനിക്ക് അവളുടെ കൂടെ ഇരുന്നേ പറ്റൂ. വക്കീലിന് വേണ്ട സഹായമൊക്കെയും നിങ്ങൾ ചെയ്തു കൊടുക്കണം. കൃഷ് പറഞ്ഞത് കേട്ടതും ആഡിസ് ഒന്ന് മൂളി. വക്കീലെന്ത് പറഞ്ഞു? ഇനിയിപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. എന്ത് വില കൊടുത്തും കേസ് ജയിപ്പിച്ചെടുക്കാമെന്ന് ആൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ കാര്യമായി കളത്തിലിറങ്ങണമെന്ന് വക്കീൽ പറഞ്ഞു. അലോകും നീയും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഒരു പക്ഷേ അതിൽ നിന്ന് എന്തേലും ക്ലൂ കിട്ടുമെന്നാണ് വക്കീൽ പറയുന്നത്. ഇതിൽ അദീനയാണ് എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന കണ്ണി. നിനക്കറിയോ കൃഷ്, അലോക് അവൻ അദീനെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന്. അവൾക്ക് ആരോടോ ഇഷ്ടമുണ്ടെന്ന് അവന് സംശയം ഉണ്ടായിരുന്നു അത്രേ. അത് നീയായിരുന്നു എന്നാണ് അവന് കരുതിയത്. വിരാജ് അവളെ അത്രത്തോളം സ്നേഹിക്കുന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു. നേരത്തെ അവൻ എന്നോട് സംസാരത്തിനിടയിൽ പറഞ്ഞതാ. ഇത് കേട്ട കൃഷ് ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ സ്തംഭിച്ചു പോയിരുന്നു. അതായിരുന്നു അലോക് തന്നോട് കാണിച്ച അകൽച്ചയ്ക്ക് പിന്നിൽ കൃഷ് ചിന്തിച്ചു. പിന്നെ ഇരുവരും പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. വൈകുന്നേരത്തോടെ കൃഷ് നന്ദുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. വണ്ടി ഓടിക്കുമ്പോഴും കൃഷിയുടെ നോട്ടം നന്ദുവിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയത് മുതൽ നന്ദു പുറത്തേക്ക് കണ്ണു നട്ടിരിപ്പാണ്. അവനോടൊന്നും സംസാരിക്കോ എന്തിനൊന്നും ചിരിക്കോ പോലും ചെയ്യുന്നില്ല എന്നത് അവൻ ഒരുപാട് വേദനിപ്പിച്ചു. കൃഷിൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഒടുവിൽ വണ്ടി ചെന്ന് നിന്നത് ഒരു കടലോരത്തും. അസ്തമയത്തിൻ്റെ അന്തിച്ചോപ്പണിഞ്ഞു നിൽക്കുന്ന ആകാശത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നന്ദുവിൻ്റെ കൈയും കോർത്തു പിടിച്ച് കൃഷ് കടലോരത്തേക്ക് നടക്കുമ്പോൾ ഇരുവരെയും കുളിരണിയിച്ചു കടൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അധികം തിരക്കില്ലാത്ത ഭാഗത്ത് നന്ദുവിനെയും ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ ഇരുവരുടെയും മനസ്സ് ഒരുപോലെ അസ്വസ്ഥമായിരുന്നു. മൗനത്തെ കൂട്ടുപിടിച്ചു ഇരുവരും ചുറ്റുള്ള കാഴ്ചകളിലേക്ക് കണ്ണുകൾ പായിച്ചു. കൊച്ചു കുഞ്ഞിനെ വെള്ളത്തിലിറക്കി കളിപ്പിക്കുന്ന ദമ്പതികൾ. ആ കാഴ്ച ഇരുവരും കണ്ണടക്കാതെ നോക്കി നിന്നു. ആ നിമിഷം അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പോഴും കൃഷ് ആ കാഴ്ച ആസ്വദിക്കുന്നുണ്ട്. സന്തൂർ ഡാഡി സ്വപ്നം കാണുക? മതി നോക്കിയത്, ഇനി എന്നെ നോക്ക്. അവൻ ഇപ്പോഴും ആ കാഴ്ച ആസ്വദിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നന്ദു അവൻ്റെ മുഖം തനിക്ക് നേരെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഹേയ്, ഞാൻ ചുമ്മാ. എൻ്റെ നന്ദൂട്ടൻ്റെ സങ്കടമൊക്കെ മാറിയോ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നിന്നെ ഓർത്ത് മാത്രമായിരുന്നു സങ്കടം. അത്രയും പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ നിനക്ക് ഹേർട്ടായി കാണോ എന്നൊരു തോന്നൽ. കൃഷിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയാണ് അവളത് പറഞ്ഞത്. ആ മെസ്സേജ് എപ്പോൾ അയച്ചതാണെന്നും എന്തിനയച്ചതാണെന്നും നീ പറയാതെ തന്നെ എനിക്കറിയാം. നിന്നെയും വിരാജിനെയും എനിക്ക് നന്നായിട്ട് അറിയാലോ. നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ വിരാജ് ഇപ്പോഴും അദീനയെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലും ആ പാതിരാത്രിക്ക് കോളേജിൽ പോവോ? അവളുടെ ഇരു കവിളിലും തൻ്റെ കൈത്തലം ചേർത്ത് വെച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. ആ നിമിഷം അവൾ അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കൃഷ്, നമുക്ക് പോയാലോ? എനിക്ക് ഫ്രഷ് ആവണം, പിന്നെ എന്തെങ്കിലും കഴിക്കണം. ശരി, പോവാം. കൃഷ് എഴുന്നേറ്റ് നിന്ന ശേഷം അവളുടെ കയ്യിൽ പിടിച്ചു എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ്, എന്നെ എടുക്കുമോ? എനിക്ക് നടക്കാൻ വയ്യ. അവളുടെ വായിൽ നിന്ന് അത് വീഴേണ്ട താമസം അവൻ അവളെയും പൊക്കിയെടുത്ത് നടന്നിരുന്നു. വീട്ടിലെത്തിയതും കൃഷ് നന്ദുവിനെയും കൊണ്ട് നേരെ ചെന്നത് അവളുടെ മുറിയിലേക്കാണ്. മുറിയിലെത്തിയതും അവൻ അവളെ താഴെ ഇറക്കി. അവൾ ഫ്രഷ് ആവാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു ടവലും എടുത്ത് തിരിയുമ്പോഴാണ് അവനിലേക്ക് നോട്ടം പായിക്കുന്നത്. അന്നേരം അവൻ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ നോട്ടം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ മുഖം തിരിഞ്ഞു നിന്നു. അവളുടെ പിന്നിലൂടെ ചെന്ന് അവളിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ നീളമുള്ള ഓപ്പൺ ജാക്കറ്റ് അഴിച്ചു മാറ്റിയ ശേഷം അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. പലാസോ പാൻറ്റിലും സ്ട്രാപ്പ് സ്ലീവ് ക്രോപ്പ് ടോപ്പിലും അവളെ കാണാൻ ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. പിന്നീട് അവൻ്റെ കൈ അവളിട്ടിരിക്കുന്ന ക്രോപ്പ് ടോപ്പിൻ്റെ സിബിലേക്ക് നീണ്ടതും അവൾ വേണ്ടെന്ന പോലെ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. അന്നേരം അവൻ അവളുടെ ആ ഡ്രസ്സിൻ്റെ ഷോൾ എടുത്ത് തൻ്റെ കണ്ണ് മൂടിക്കെട്ടിയതും അവൻ്റെ ആ പ്രവൃത്തി അവൾ മിഴിഞ്ഞ കണ്ണാലെ നോക്കി നിന്നു. അടുത്ത നിമിഷം തപ്പിത്തടഞ്ഞുകൊണ്ട് അവൻ്റെ കൈ അവളുടെ ക്രോപ്പ് ടോപ്പിൻ്റെ സിബിൽ അമർന്നു. സിബ് വലിച്ചൂരിയ ശേഷം തലവഴ അവളുടെ ടോപ്പ് അഴിച്ചു മാറ്റി. അന്നേരം അവൾ നാണത്തോടെ തൻ്റെ മാറുമറച്ച് പിടിച്ചു. ഒപ്പം അവൻ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും അവൻ്റെ കൈ അവളുടെ ഇന്നറിൻ്റെ ഹുക്കിൽ അമർന്നിരുന്നു. അതോടെ പെണ്ണിൻ്റെ കിളി മുഴുവൻ എങ്ങോട്ടോ പറന്നുപോയി. അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൻ അവളുടെ ഇന്നർ മോര് മാറ്റിയിരുന്നു. അവൾ അന്നേരം മുഖം തിരിഞ്ഞു നിന്നു. തൻ്റെ കയ്യെത്തും ദൂരത്ത് അവളില്ല എന്ന് മനസ്സിലാക്കി അവൻ കണ്ണിൻ്റെ കെട്ടഴിച്ചു അവളുടെ പിന്നിൽ ചെന്നു. അവളുടെ നഗ്നമായ പുറംമേനിയിൽ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. എത്ര നോക്കേണ്ടെന്ന് വെച്ചിട്ടും അവൻ്റെ കണ്ണുകൾ പിന്നെയും അങ്ങോട്ട് തന്നെ നീളുന്നുണ്ടായിരുന്നു.
തല കുടഞ്ഞ നോട്ടം മാറ്റി അവൾക്ക് ടവൽ ചുറ്റിക്കൊടുക്കുന്നതിനോടൊപ്പം അവളിട്ടിരിക്കുന്ന പലോസോ പാൻറ് കൂടി വലിച്ചു താഴ്ത്തിയിരുന്നു. അവൾ ഞെട്ടലോടെ അവനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിലെ കെട്ടും കാണാനില്ല. അടുത്ത നിമിഷം അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിയതും ഉമിനീർ ഇറക്കി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവനിൽ നിന്നും മുഖം വെട്ടിച്ചു. തറയിൽ വീണ് കിടക്കുന്ന തൻ്റെ ഡ്രസ്സൊക്കെയും പെറുക്കിയെടുക്കാൻ നേരം ചെക്കൻ സീൻ പിടിക്കുന്ന തിരക്കിലാണ്. അത് ശ്രദ്ധിച്ച് അവൾ നാണത്തോടെ തൻ്റെ ടവൽ മുകളിലോട്ട് കയറ്റി വെച്ചു. അവളുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങി ലോണ്ടറി ബാസ്ക്കറ്റിലിട്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു. അടുത്ത നിമിഷം അവളുടെ കഴുത്തിലും മാരടിക്കിലും അവൻ്റെ ചുണ്ടും നാവും അനുസരണയില്ലാതെ അലഞ്ഞു നടന്നു. അവൻ്റെ ചുംബനത്താൽ വിവശയായ അവൾ അവനെ തള്ളി മാറ്റി വാഷ്റൂമിലേക്ക് ഓടി. വാഷ്റൂമിൻ്റെ ഡോർ അടയ്ക്കുന്നതിന് മുൻപായി അവൾ അവനെ ഒന്നുകൂടി നോക്കി. ഞാൻ കൂടെ വരട്ടെ, നമുക്കേ ഒരുമിച്ച് കുളിക്കാനേ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ വേണ്ടെന്ന പോലെ തലയണക്കി. അതെന്താ, ഒരുമിച്ച് കുളിച്ചാലൊന്നും എൻ്റെ ത്രില്ല് പോവില്ലെന്ന്. ഇപ്പോൾ വേണ്ട, പിന്നെ എപ്പോഴാ? ഞാൻ പറയാം. അത്രയും പറഞ്ഞവൾ ഡോറടിച്ച് ലോക്ക് ചെയ്തതും അവൻ ചെറുചെറിയാലെ തൻ്റെ ഡ്രസ്സൊക്കെ മാറി അപ്പുറത്തെ വാഷ്റൂമിൽ ചെന്ന് കുളിയും പാസ്സാക്കി ടവലെടുത്ത് കിച്ചണിലേക്ക് ചെന്ന് കോഫി ഉണ്ടാക്കാൻ വെള്ളം വെച്ചു. ഇപ്പം അവൻ അത്യാവശ്യം കോഫിയൊക്കെ ഉണ്ടാക്കും. കോഫി ഉണ്ടാക്കി വരുമ്പോൾ വാങ്ങിച്ച ഫുഡ് പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നതും പിന്നിലൂടെ ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നതും. ക്രിഷ്, അപ്പോൾ നീ നന്നാവാൻ തീരുമാനിച്ചല്ലേ? ഇതൊന്നും കണ്ട് നീ തെറ്റിദ്ധരിച്ചേക്കരുത്. ഇപ്പം നിനക്ക് വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി എന്നേ ഉള്ളൂ. അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അവളിട്ടിരിക്കുന്ന ഫ്ലോറൽ പ്രിൻ്റുള്ള ന്യൂഡിൽ സ്ട്രാപ്പ് മിനി ഫ്രോക്ക് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ കരുതി ഇതിടില്ലെന്ന് വിടർന്ന് കണ്ടാൽ അവൻ പറഞ്ഞു. പിന്നെന്തിനാ വാങ്ങിച്ചേ? കണ്ടപ്പോൾ വാങ്ങിച്ചു, പക്ഷെ ഇത്രയും ഹോട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നേ വിചാരിച്ചില്ല. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചതാ അല്ലേ? സൈസ് കണ്ടപ്പോൾ ഞാൻ കരുതി സന്തൂർ ഡാഡി മോക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നിനക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചതാ. ഇതിനേക്കാൾ ചെറുതൊരെണ്ണം നോക്കി വെച്ചതായിരുന്നു. അവന്മാർ കൂടെ ഉള്ളതുകൊണ്ടേ നടന്നില്ല. അയ്യേ, അവർക്കൊക്കെ അറിയിച്ച് വാങ്ങിച്ചതാ, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നവരാണല്ലോ. അവർ ഇതല്ല ഇതിനപ്പുറം ചിന്തിച്ചു കൂട്ടാറുണ്ട്. അവളെ പൊക്കിയെടുത്ത് കൗണ്ടർ ടോപ്പിന് മേലെ ഇരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഓ, അതായിരിക്കും അവരെ നിന്നോട് ഈ 69ൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്. അവളുടെ ആ 69 എന്ന പ്രയോഗവും പറച്ചിലും കേട്ട് അവൻ സ്റ്റാച്യു പോലെ നിൽപ്പാണ്. ദേ ക്രിഷ്, അവരെന്ത് വേണമെങ്കിലും ചിന്തിച്ച് കൂട്ടിക്കോട്ടെ, പക്ഷേ നമുക്കിടയിൽ നടക്കുന്നതേ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ നിന്ന ദേ പൊന്നുമോന് വിവരം അറിയട്ടോ. അവൻ്റെ മുടിയിൽ പിടിമുറുക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. പറയോ? അവൻ ഇല്ലെന്ന പോലെ ചുമൽ കൂച്ചി. പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും അവൻ ഇല്ലെന്ന പോലെ ചുമൽ കൂച്ചി. ഗുഡ് ബോയ്, അവൻ്റെ ഇരു കവിളിയും പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ എൻ്റെ ഫോൺ എടുത്തായിരുന്നു അല്ലേ? നന്ദ, ആക്ച്വലി ആഡിസോ ദിവനോ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കാറില്ല. ഞാനൊന്നും പറയാറില്ല. അതാ മണ്ടൻ ധ്യാനിൻ്റെ ഓരോ പൊട്ട ചോദ്യം. അവൻ്റെ നാക്കിന് ബ്രേക്കില്ലെന്ന് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തായിരുന്നല്ലോ. പോടാ പട്ടിന്ന്. നീ കണ്ടില്ലേ? കണ്ടു. ഇല്ലേ, ഞാൻ നിന്നെ വിളിച്ചേനെ. എന്ത് പോടാ പട്ടിന്ന്? നന്ദ, ഞാനങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല കേട്ടോ. നീയാണ് സത്യം. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. എങ്ങനെയൊന്നും? അവൾ പുരികം പൊക്കി. ഈ 69ൻ്റെ കാര്യേ, നമുക്കേ അതൊക്കെ ആഫ്റ്റർ മാരേജ് മതി. ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ മതി അല്ലേ? ഞാൻ വിശ്വസിച്ചു. ഈ ആൺപിള്ളേരൊക്കെയും കണക്കാം. അതിനിടയിൽ അവൻ ഒഴിച്ചു വെച്ച കോഫി അവൾ ഒന്ന് സിപ്പ് ചെയ്തു. അങ്ങനെയെങ്കിൽ അങ്ങനെ, ക്രിഷ് പരിഭവിച്ചു. എനിക്ക് വിശക്കുന്നു ക്രിഷ്. മുഖം വിറപ്പിച്ച് നിൽക്കുന്ന കൃഷിനെ തോണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തു ഭക്ഷണം കഴിച്ചു. ഫുഡ് കഴിഞ്ഞതും അവൾ അവൻ്റെ പിന്നിലൂടെ ചെന്ന് കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ചു. അവൻ്റെ മേലേക്ക് ചാടിക്കയറി. വീഴാതിരിക്കാൻ അവൾ തൻ്റെ ഇരു കാലിലായി അവനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട്. എടി, എൻ്റെ ടവൽ അഴിഞ്ഞു വീഴുന്ന് അവൻ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. സാരില്ലെന്ന്, എനിക്ക് ഈ ത്രില്ലിൻ്റെ പ്രശ്നമൊന്നുമില്ല. നിന്നെ എനിക്കൊരിക്കലും മടുക്കില്ല കൃഷ്. കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കരുത്. ഓരോന്ന് പറയുമ്പോൾ ഓർക്കണമായിരുന്നു. നന്ദു അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കൃഷ്, എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് ഉറങ്ങാം. വണ്ടി നേരെ ബെഡ്റൂമിലേക്ക് വിട്ടോ. അവൻ്റെ ചെവി കടിച്ചു വിട്ടുകൊണ്ട് നന്ദു പറഞ്ഞതും അവനൊന്ന് വിറച്ചു പോയിരുന്നു. ഏറിയ നെഞ്ചെടുപ്പോടെ അവളെയും കൊണ്ടവൻ ബെഡ്റൂമിലേക്ക് നടന്നു.